പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്ത 2016 മെയ് മാസത്തിൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അന്തസത്ത ഞാൻ എഫിഷ്യൻസിക്ക് മാർക്കിടും എന്നായിരുന്നു, കാര്യക്ഷമതയ്ക്ക് മാർക്കിടും എന്നായിരുന്നു. എല്ലാവരും വിശ്വസിച്ചു ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ കേരളം നന്നായി പോകുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ പോലീസ് വകുപ്പിനെ സ്വന്തം കീശയിലാക്കി ഭരണ സാരഥികളെ, അതായത് തലപ്പത്തിരിക്കുന്നവരെയൊക്കെ സ്വന്തം അനുസരണശീലമുള്ളവരാക്കി. ഉദാഹരണത്തിന് കേരളീയം നടത്തിയ സമയത്ത് എന്തായിരുന്നു സംഭവിച്ചത്? എല്ലാ ഓഫീസർമാരും തിരുവായ്ക്ക് എതിർവായില്ല എന്ന രീതിയിൽ കേരളീയം സദസ്സിൽ വരേണ്ടി വന്നു, എല്ലാ IAS എല്ലാവരും. അങ്ങനെ വന്നതോടെ ഭരണം നിന്നുപോയി ആ ഒരാഴ്ച. അപ്പൊ എഫിഷ്യൻസിക്ക് മാർക്കിടുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള എഫിഷ്യൻസിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം, മാസങ്ങളോളം നീണ്ടു നിന്ന നവകേരള സദസ്സ്, 1,05,00,000 രൂപ മുതൽ മുടക്കി വാങ്ങിച്ച നവകേരള ബസ്സിലാണ് ഇവർ യാത്ര ചെയ്തത്. അപ്പോഴും നമ്മൾ സമാധാനിച്ചു. ഒരുപക്ഷെ ഇങ്ങനെ ഇത്രയും 1 കോടിയിലധികം വിലയുള്ള ബസ്സും മറ്റ് സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് അകമ്പടി കാറുകളൊന്നും വേണ്ടെന്ന്. പക്ഷെ നിരത്തിലിറങ്ങിയപ്പോഴല്ലേ അറിഞ്ഞ് എല്ലാ മന്ത്രിമാരുടെയും അകമ്പടി കാറുകളും മുഖ്യമന്ത്രിയുടെ അകമ്പടി കാറുകളും എല്ലാം ഈ ബസിന്റെ അകമ്പടിയായിട്ട് പോയി. കാരണം അവര് നില ഉറപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവരെ ഓരോരുത്തരെയും അവരുടെ വാഹനത്തിലേറ്റി കെട്ടുകാഴ്ചയുമായി എല്ലായിടത്തേക്കും കൊണ്ടു നടക്കണമല്ലോ. അതാണല്ലോ ഡെമോക്രസിയുടെ മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ, അതായത് കേരളം കടത്തിലേക്ക് അങ്ങ് മുങ്ങിത്താഴുകയാണ്. ഇപ്പോ ഈ വർഷം പറഞ്ഞിരിക്കുന്ന കടം നോക്കുകയാണെങ്കിൽ 6 ലക്ഷം കോടിയിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ സഞ്ചിത കടം. ആ 6 ലക്ഷം കോടിയിൽ എത്തിയ സഞ്ചിത കടവുമായി മുന്നേറുന്ന ഒരു ഗവൺമെന്റ് ആണ് 100 കോടി രൂപ മുടക്കി എന്റെ കേരളം പരിപാടി നടക്കുന്നത്. 40 ലക്ഷം രൂപ മുടക്കി ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കുന്നു. ഇതുപോലെയാണ് ഉള്ള മാമാങ്കങ്ങൾ, അതായത് കടം കൊണ്ട പണം കൊണ്ട് അനാവശ്യ മാമാങ്കങ്ങൾ ദൂർത്ത് നടത്തുന്നു. അതേസമയത്ത് CAG ചൂണ്ടിക്കാണിക്കുന്നു, വകമാറ്റി ചെലവഴിക്കൽ മുഖാന്തരം കേരളത്തിന്റെ ഒരു മേഖലയിലും വികസനം ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ടെന്ന്. അപ്പോഴാണ് പറയുന്നത് ഞാനാണ് പിതാവ്. ഏതിന്റെ? ഈ പറയപ്പെട്ട വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനലിന്റെ പദ്ധതിയുടെ പിതാവ് ഞാനാണെന്നാണ് പിണറായി വിജയൻ അവകാശപ്പെടുന്നത്. ആരവകാശപ്പെട്ടാലും പിണറായി വിജയനും മുഖ്യമന്ത്രിയും തന്ത്രിയും മറ്റു കൂടെയുള്ള തന്ത്രിമാരും ഒന്ന് ഓർക്കണം, വിഴിഞ്ഞത്ത് നിന്ന് കുടിയിറക്കപ്പെട്ടവർ ഇപ്പോഴും കുടിയിറക്കപ്പെട്ട് തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ജീവിതം മെച്ചമായിട്ടില്ല. അവരുടെ ജീവിതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വിഴിഞ്ഞത്തേക്കുള്ള അപ്രോച്ച് റോഡും അവിടെ ആ പറഞ്ഞ മറ്റെല്ലാ സൗകര്യങ്ങളും, അതായത് ഒരു സ്മാർട്ട് സിറ്റിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണം. അങ്ങനെയാകുമ്പോൾ വികസനത്തിന്റെ ലോജിസ്റ്റിക് കോസ്റ്റുകൾ അവിടെ വരും. അതോടുകൂടി അവർക്കൊക്കെ എന്തെങ്കിലും ജീവിതം കണ്ടെത്താൻ ആ സ്ഥലത്ത് കഴിയും. പക്ഷെ ഇതുവരെ അപ്രോച്ച് റോഡോ ഒന്നും വന്നിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ ഏത് മേഖല വിദ്യാഭ്യാസ മേഖല എടുത്തോളൂ. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് വിസ എടുത്ത് പുറത്തേക്ക് പോകുന്നത് 1,31,00,000 പേരാണ്. പാർലമെന്റില് വച്ച രേഖ അനുസരിച്ച് ഇവിടുന്നുള്ള ഒരു MP ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി പാർലമെന്റിൽ വെച്ച രേഖ അനുസരിച്ചാണ് 1,31,00,000 മലയാളികൾ എന്ന് വെച്ചാൽ കേരളത്തിന്റെ പോപ്പുലേഷന്റെ 23% പേരാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കാരണം എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് മലയാളികൾ ഇപ്പോൾ വിചാരിക്കുന്നത്. ആ കൂട്ടത്തിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വിദ്യാഭ്യാസം തേടി പോകുന്നവർ ഇവിടെ മികവിന്റെ കേന്ദ്രമാക്കും, എല്ലാ ക്യാമ്പസുകളും സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ ബജറ്റിലും കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്ന ഗവൺമെന്റിനെ ഭയന്ന്, ഈ സംസ്ഥാനത്തെ ഭയന്ന് ആണ് ഇവരെല്ലാം പുറത്തേക്ക് ഇത്രയധികം പേര് വിസ വാങ്ങി ഇത്രയധികം പേര് കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ വിദ്യാഭ്യാസ രംഗം മുഴുവനും തരികിടയായി കിടക്കുകയാണ്. അതൊക്കെ പോകട്ടെ, ക്യാമ്പസുകൾ എങ്ങനെയാണ് പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ സംഭവിച്ചത്? ക്യാമ്പസുകളൊക്കെ കൊലപാതക കേന്ദ്രങ്ങളായി മാറുകയാണ്. മദ്യവും മയക്കുമരുന്നും അടിപിടി കേസുകളും കാരണം
ഏതെങ്കിലും ഒരു ക്യാമ്പസിലേക്ക് സ്വന്തം കുഞ്ഞിനെ വിട്ട് സമാധാനമായിട്ടിരിക്കാൻ ഒരച്ഛനും അമ്മയ്ക്കും കഴിയാൻ പറ്റാത്ത ഒരു കാലമാണ് കേരളത്തിൽ ഇപ്പോൾ ഉദയം ചെയ്തിരിക്കുന്നത്. ഒരു ഗുണ്ടാരാജിന്റെ നാട്. അതായത് ഗുണ്ടകൾ ഗൂഗിൾ പേ നടത്തി പോലീസുകാരെ പ്രീണിപ്പിച്ചു പോലും ഗുണ്ടാപ്പണി ചെയ്യുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇത്തരത്തില് അഴിഞ്ഞാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയ കേരളം ആരുടെ കീഴിലാണ് ഇങ്ങനെ മാറിയത്? ഇങ്ങനെ ഇരുണ്ട കേരളമായി മാറിയത് സഖാവ് പിണറായി വിജയന്റെ ഭരണകാലത്താണ്. ആ സഖാവ് പിണറായി വിജയൻ 3-ാം വട്ടം കൂടി ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളം വെസ്റ്റ് ബംഗാളായി മാറും. വെസ്റ്റ് ബംഗാളികൾ ഇപ്പോൾ ജീവിക്കുന്നത്, അവരുടെ നാട്ടിലെ അടുപ്പിൽ തീ പുകയുന്നത് അവർ കേരളത്തിൽ വന്ന് പണി ചെയ്യുന്ന പണം അങ്ങോട്ട് ചെല്ലുന്നത് കൊണ്ടാണ്. മറിച്ച് കേരളം വെസ്റ്റ് ബംഗാൾ പോലെ ആയാല് മലയാളികൾക്ക് ചെല്ലാനുള്ള ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ ഇല്ല. കാരണം അവരുടെ മിനിമം കൂലി 300 രൂപ മിനിമം കൂലിയുള്ള ഒരു സംസ്ഥാനവും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ 1250 രൂപ കൂലി വാങ്ങിച്ച് ജോലി ചെയ്യുന്ന കേരളത്തിലെ തൊഴിലാളികൾ എത്രയോ യശസ്സുള്ളവർ എന്ന് നമുക്ക് തോന്നും. പക്ഷെ തൊഴിലാളികളെല്ലാം കേരളത്തിലുള്ള മക്കളല്ല. കേരളത്തിൽ 40 ലക്ഷത്തിലധികം മറ്റ് സംസ്ഥാനക്കാരാണ് ഇവിടെ വന്ന് ഈ കൂലിക്ക് ജോലി ചെയ്യുന്നത്. കേരളീയർക്ക് അന്തസത്ത പോരെന്ന് തോന്നിയിട്ടാകാം ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ അവർ മുന്നോട്ട് വരുന്നില്ല. പകരം അവർ കേരളം വിട്ട് ഇന്ത്യ വിട്ട് വെളിയിലേക്ക് പോയി എന്തെങ്കിലും ജോലി അവിടെ ചെയ്യുന്നതിനേക്കാൾ മോശമായ ജോലിയായിരിക്കും, പക്ഷെ അത് ഇവിടെയുള്ളവർ കാണുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ജോലി ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു കേരളത്തെ, ഇരുണ്ട കേരളത്തെ സൃഷ്ടിച്ച മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾ എന്ത് പറഞ്ഞാണ് താങ്കളുടെ മുഖം മിനുക്കി മനുഷ്യരുടെ മുൻപില് മിടുക്കനായിട്ട്, ആദർശധീരനായിട്ട്, വലിയൊരു നേതാവായിട്ട് സ്വയം ചിത്രീകരിക്കാൻ കഴിയുന്നത്? അത് വലിയ നാണം കെട്ട ഒരു പരിപാടിയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല.